ലോകത്തെവിടെ ഒരു കൊലപാതകം നടന്നാലും അത് ആദ്യം കണ്ടുപിടിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റർ ആരാണെന്നറിയൂ? അത് പ്രകൃതിയാണ്. നാം അറിയാതെ നമ്മൾ എപ്പോഴും പ്രകൃതി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്ക് പ്രകൃതി കൃത്യമായിട്ടുള്ള സമയവും തെളിവുകളും രേഖപ്പെടുത്തി വെക്കും. ഇത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കുന്ന ചരിത്രത്തിൽ നടന്ന ഒരു കഥ പറയാം. AD 1235 ചൈനയിലെ സോങ് രാജവംശത്തിന്റെ ഭരണകാലം. ഒരു കർഷകൻ പാടത്ത് ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുന്നു. അരിവാള് കൊണ്ടാണ് കൊലപാതകം നടന്നത് എന്ന് കണ്ടെത്തിയ അവിടുത്തെ അധികാരി പ്രതിയെ പിടിക്കാൻ ഒരു വിചിത്രമായിട്ടുള്ള തന്ത്രം ഉപയോഗിച്ചു. അദ്ദേഹം ഗ്രാമത്തിലെ മുഴുവൻ പുരുഷന്മാരോടും അവരുടെ അരിവാളുകളുമായിട്ട് ഒത്തുകൂടാനായിട്ട് ആവശ്യപ്പെട്ടു. ശേഷം എല്ലാവരുടെയും ആയുധങ്ങൾ വെയിലത്ത് നിരത്തി വെക്കാനായിട്ട് ആവശ്യപ്പെട്ടു. കഴുകി വൃത്തിയാക്കിയ ആ ആയുധങ്ങളിൽ ഒരൊറ്റ അരിവാളിൽ മാത്രം മിനിറ്റുകൾക്കുള്ളിൽ ഈച്ചകൾ കൂട്ടത്തോടെ വന്നിരുന്നു. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത രക്തത്തിന്റെ സൂക്ഷ്മമായിട്ടുള്ള അംശമാണ് ഈച്ചകൾ അതിലേക്ക് ആകർഷിച്ചത്. അതോടെ പ്രതിക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു. അന്ന് ചൈനയിൽ തുടക്കം കുറിച്ച ഈ ശാസ്ത്രമാണ് പിന്നീട് ഫോറൻസിക് എന്റമോളജി എന്നറിയപ്പെടുന്നത്. ഒരു മൃതദേഹം പൂർണ്ണമായിട്ട് നശിക്കുന്നത് വരെയുള്ള കാലയളവിൽ ഓരോ പ്രാണിയും ആ ഡെഡ് ബോഡിയിൽ വന്നെത്തുന്നതിന് പ്രകൃതി നിശ്ചയിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു സമയക്രമമുണ്ട്. മരണം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ കിലോമീറ്റർ അകലെ നിന്ന് വരെ മരണത്തിന്റെ ഗന്ധം തിരിച്ചറിഞ്ഞെത്തുന്ന ബ്ലോഫ്ലൈസ് അഥവാ നീല ഈച്ചകൾ അവിടെ എത്തുന്നു. അവ കണ്ണുകളിലും മൂക്കിലും വായിലും കണ്ടെത്താൻ കഴിയുന്ന എല്ലാ തുറന്ന ഭാഗങ്ങളിലും മുട്ടയിടുന്നു. കൃത്യം 24 മണിക്കൂറിനുള്ളിൽ ആ മുട്ടകൾ വിരിഞ്ഞ് പുഴുക്കളായി മാറും. അവിടെ പ്രകൃതിയുടെ ആ ഡെത്ത് സൈക്കിൾ ഓടിത്തുടങ്ങാണ്. ശരീരം ആദ്യഘട്ട ജീർണതയിലേക്ക് കടക്കുമ്പോൾ ഫ്ലഷ് ഫ്ലൈസ് അഥവാ മാംസ ഈച്ചകൾ അവിടെ എത്തുന്നു. തുടർന്ന് ചർമ്മവും കോശങ്ങളും ഉണങ്ങാൻ തുടങ്ങുന്നതോടെ അവ തേടിയിട്ട് ഹൈറ്റ് ബീറ്റിൽസ് എന്ന വണ്ടുകൾ എത്തും. ഓരോ പ്രാണിയും ശരീരത്തിന്റെ ഓരോ അവസ്ഥയിൽ മാത്രം വരികയും അവയുടെ ഭക്ഷണം കഴിഞ്ഞ് അവിടെ വിട്ടു പോവുകയും ചെയ്യും. അടുത്ത വർഗം വരുന്നത് കൃത്യമായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ മാത്രമാണ്. അതിനു മുമ്പോ പിൻപോ വരില്ല. ജീർണതയുടെ അവസാന ഘട്ടത്തിൽ മാംസഭാഗങ്ങളെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവിടെ അവശേഷിക്കുന്നവ കഴിക്കാനായിട്ട് ചീസ് ഫ്ലൈസ്, കോഫിൻ ഫ്ലൈസ് എന്നിവ എത്തുന്നു. ഒടുവിൽ ശരീരത്തിൽ ഒന്നും അവശേഷിക്കാത്ത അവസ്ഥയിൽ ഉണങ്ങിയ ചർമ്മവും രോമങ്ങളും മാത്രം ഭക്ഷിക്കാനായിട്ട് വീണ്ടും ഹൈറ്റ് ബീറ്റിൽസും മോത്ത് ലാർവകളും എത്തും. ഒരു പുതിയ ശരീരത്തിൽ നിന്ന് അസ്ഥികൂടമാകുന്നത് വരെയുള്ള ഈ ഒരു പ്രക്രിയ ഫോറൻസിക് വിദഗ്ധരെ കൃത്യമായിട്ട് മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോഡിയുടെ കാലപ്പഴക്കം നിശ്ചയിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. ഒരു കുറ്റവാളിക്ക് മനുഷ്യരുടെ കണ്ണുകളെ വെട്ടിക്കാൻ കഴിഞ്ഞേക്കാം, ക്യാമറകളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ പ്രകൃതിയെയും അതിലെ നിശബ്ദ സാക്ഷികളെയും തോൽപ്പിക്കാനായിട്ട് ആർക്കും കഴിയില്ല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. മണം പിടിച്ച് ഈച്ച എത്തും. ഇത്തരം ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുകൾക്കായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ.